നമസ്കാരം, എന്റെ പേര് ശ്രീനിത. ഫുൾ നെയിം ശ്രീനിത കൃഷ്ണൻ. ഓ മൈ ഗോഡ്, കൃഷ്ണൻ, ഐ ആം ട്രാപ്ഡ്. മനസ്സിലായില്ല? ദൈവങ്ങളുടെ പേര് വെച്ച് ഇനി ഒരു കളി വേണ്ടട്ട മക്കളെ. അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് വന്ന് വെട്ടിക്കളയും. ഐ മീൻ പേര് വെട്ടിക്കളയുന്നു. ഒരു പേര് ഇട്ടതിന്റെ ഭാഗമായി ഒരു സിനിമ അത് പ്രദർശിപ്പിക്കാൻ അനുവാദം നൽകുന്നില്ല എന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നു കിട്ടും തന്നെയാണ്. ഒരു കാരണവശാലും അതിനോട് യോജിക്കാൻ കഴിയില്ല. സുരേഷ് ഗോപിജി നായകനായ പുതിയ സിനിമ വരാണ്, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ആ സിനിമയുടെ പേരും അതിലെ കഥാപാത്രത്തിന്റെ പേരും ഇവിടെ സെൻസർ ബോർഡിന് തീരെ പിടിച്ചില്ല. അതെന്താന്നോ? ഹൈ, ജാനകി എന്ന് പറഞ്ഞ ആരാ? സീതാദേവി അല്ലേ? സീതാദേവിനെ അപമാനിക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അതുകൊണ്ട് സുരേഷ് ഗോപിജിയുടെ സിനിമയ്ക്ക് സെൻസർ ബോർഡ് വക കട്ട്. എന്നാലും ഞങ്ങളുടെ സുരേഷ് ഗോപിജിയോട് തന്നെ ഇങ്ങനെ വേണ്ടായിരുന്നു സെൻസർ ബോർഡ്. അദ്ദേഹം ഇത് എങ്ങനെ സഹിക്കും? ഇവിടെ പേരുകൾ ആളുകൾ ഇടുന്നത് സെൻസർ ബോർഡ് ചോദിച്ചിട്ടുണ്ടോ ഇതിന് പേരിടാൻ? ജാനകി എന്ന് പേരിട്ടാൽ ഇവിടെ എന്താണ് കുഴപ്പം? ഇനി നമ്മുടെ കുട്ടികൾക്കൊക്കെ പേരിടണമെങ്കിൽ ഇനിയിപ്പോൾ സെൻസർ ബോർഡിനോട് ചോദിച്ചിട്ട് പേരിടാൻ പറ്റുമെന്നുള്ള നിലയിലേക്കാണോ കാര്യങ്ങൾ വരുന്നത്? ജാനകി എന്ന് പേരിട്ട് എന്തുട്ട പ്രശ്നം? മതവികാരം വ്രണപ്പെടുത്താൻ അനുവദിക്കില്ല. ഇതിപ്പോ ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാരെ എടുക്കുക, അതില് ഭൂരിഭാഗം ആൾക്കാരുടെയും പേര് ചിലപ്പോ ദൈവങ്ങളുടെ പേരായിരിക്കും. അപ്പൊ അവരൊക്കെ പേര് മാറ്റിട്ടേന്ന്. അതല്ലേ ഹീറോയിസം. ഞാൻ എന്റെ കുട്ടിക്ക് ഏത് പേരിടണമെന്ന് നാളെ ഇവിടെ ഭരിക്കുന്നവർ തീരുമാനിച്ചാൽ മതി. അങ്ങനെ തീരുമാനിച്ചാൽ മതി എന്ന് പറയണ പോലത്തെ കാര്യങ്ങളല്ലേ ഇവിടെ നടക്കണത്. ഒരു സിനിമ എന്ന് പറയുമ്പോ എന്തോരാൾക്കാരുടെ കഠിന പ്രയത്നാണ്. ഒരു സെൻസർ ബോർഡ് എന്ത് സിമ്പിൾ ആയിട്ട് പറയുന്നത് എല്ലാം വിട്ട് ദൂരെ കളയണം. പുതിയ പ്രയോഗം പറഞ്ഞാൽ സെൻസർ ബോർഡ് ആവശ്യമില്ല ഇവിടെ. അതാണ് ഞങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യ ഒന്ന്, സൗത്ത് ഇന്ത്യ ഒന്ന്, അതെന്ത് ഏർപ്പാടാണ്? അവിടെയൊക്കെ എന്ത് വേണം ചെയ്യാം. ഇവിടെ എന്തെങ്കിലും ചെറിയ സാധനം പറഞ്ഞാൽ ജാതീയമായിട്ടും ഇതായിട്ടും ആവശ്യമില്ലാതെ ഇവരാണ് കൊണ്ടുവരുന്നത്. ഒരു പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരിക്കും. ഒന്നോ വന്ന് സെൻസർ ബോർഡിന് ഒരു വിലയില്ലാണ്ടായല്ലോ. നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും കമ്പയർ ചെയ്യാനൊന്നും നിൽക്കണ്ടാട്ടാ. ഞങ്ങളുടെ ജീമാരെ ഇവിടെ അടുപ്പിക്കാത്തടത്തോളം കാലം ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അല്ല പിന്നെ നല്ല സുരേഷ് ഗോപിജിയുടെ അവസ്ഥയാണ് ആലോചിക്കണത്. പാവം, മധുരിച്ചിട്ട് തുപ്പാനും കഴിച്ചിട്ട് ഇറക്കാനും പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കായിരിക്കും. ഏറ്റവും വലിയ അത്ഭുതം, എല്ലാത്തിനും അഭിപ്രായം പറഞ്ഞ സുരേഷ് ഗോപി ഇന്നും മിണ്ടുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല. സുരേഷ് ഗോപിജി അഭിനയിച്ച സിനിമയല്ലേ ചെയ്യത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞൂടെ? പോട്ടെ, ഇവിടുത്തെ സിനിമാ പ്രവർത്തകർ പ്രതിഷേധം നടത്തിയപ്പോ അതിലെങ്കിലും ഒന്ന് പങ്കെടുത്തൂടെ? സെൻസർ ബോർഡ് ഇതിൽ ഇടപെട്ടതിന് ശേഷം സുരേഷ് ഗോപിജിയുടെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അദ്ദേഹത്തിന് അതിൽ തെറ്റ് തോന്നാത്തതുകൊണ്ടാണല്ലോ അദ്ദേഹം പരാതി പറയാത്തത്. പിന്നെ ഇങ്ങനൊരു കൊറി ഇടുമ്പോൾ നാച്ചുറലി പാർട്ട് ഓഫ് ദ മിഷനറി, ഗവൺമെന്റ് മിഷനറി ആകുമ്പോൾ അദ്ദേഹം വായടച്ച് നിൽക്കാനേ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് പറ്റുള്ളൂ. അതിനെ ഞാൻ ഒരു വിധത്തിലും കുറ്റകരമായിട്ട് ഞാൻ കാണുന്നില്ല. ജാനകി എന്നുള്ള പേരിന്റെ അവകാശം ഒരു കൂട്ടർക്ക് മാത്രം എങ്ങനെ കിട്ടിയെന്നേ? അത് പോട്ടെ, ഈ പറഞ്ഞ ദൈവത്തിന്റെ പേരിലുള്ള സിനിമ എന്തോരം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും സെൻസർ ബോർഡ് കണ്ടിട്ടില്ലേ? സുരേഷ് ഗോപിജി ഇതുവെല്ലാം അറിയണുണ്ടാ? വല്ലതും കേൾക്കണ്ടാ? 2 മാസം ഡയലോഗ് അടിക്കണം മിച്ചർ. അങ്ങനെയാണല്ലോ അങ്ങയുടെ ഒരു രീതി. എത്ര നേരമാണ് ചോദിക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറയടാ. ഒരു BJP നേതാവ് അഭിനയിച്ച ഒരു സിനിമയാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? എന്നാലും ഞങ്ങളുടെ സുരേഷ് ഗോപിജിക്ക് ഈ ഗതി വന്നല്ലോ. എന്തായാലും വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്. പൊതുസമൂഹത്തിന്റെ ഒരു പ്രതിഷേധമൊക്കെ കണക്കിലെടുത്ത് സെൻസർ ബോർഡ് ഇപ്പൊ ചെറുതായിട്ടൊന്ന് അയഞ്ഞിട്ടുണ്ട്. ജാനകി എന്നുള്ള പേരൊന്നും കൊടുക്കാൻ പറ്റില്ല. വേണമെങ്കിൽ വി ജാനകി എന്ന് കൊടുത്തോ, അല്ലെങ്കിൽ ജാനകി വി എന്ന് കൊടുത്തോ. അല്ല, ദൈവങ്ങൾക്ക് ഇനീഷ്യൽ ഇല്ലല്ലോ. ഏത് സെൻസർ ബോർഡിന്റെ ബുദ്ധി വിമാനം തന്നെ. സെൻസർ ബോർഡ് സെൻസ് ഇല്ലാതായി പോകുന്നതെന്നുള്ളത് എനിക്ക് പറയാനൊക്കില്ല. സെൻസ് ഉള്ളവർ തന്നെയാണ് അതിൻ്റെ അകത്തിരിക്കുന്നത്. പക്ഷെ ചില ആളുകൾ സെൻസിബിൾ അല്ലാത്ത രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പ്രശ്നം. സെൻസർ ബോർഡിന് സെൻസ് ഇല്ലേന്ന് സിനിമാക്കാരെന്നെ ചോദിച്ച സ്ഥിതിക്ക് നമ്മളൊന്നും ചോദിക്കാനില്ലേ? നമ്മളാരും മതവികാരം വ്രണപ്പെടുത്താൻ വരുന്നില്ലേ?